മരീചികയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പുനർജന്മം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഒരിക്കൽ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് നടക്കുമ്പോൾ അവിടെ ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആയിരുന്നു ക്ലാസ് സാർ എടുത്തുകൊണ്ടിരുന്നത്. എങ്കിലും അതിൻ്റെ ഒരു ചോദ്യം എന്നോടാണ് വന്നത്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചു വെച്ചിട്ടില്ലെങ്കിലും അതിനൊരു ഉത്തരം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സംസാരിച്ചത് ഇങ്ങനെയാണ്. നമ്മൾ അച്ഛനിലുണ്ടായിരുന്നു, അച്ഛനിൽ നിന്നാണ് നമ്മൾ അമ്മയിലേക്ക് വന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ അച്ഛനിൽ ജീവിച്ചിരുന്നു. പിന്നെ അച്ഛൻ കഴിച്ച ഒരു ഗ്ലാസ് പാലിലോ പഴത്തിലോ ആയിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത് എങ്കിൽ ആ പഴത്തിൽ നമ്മളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ പാലിൽ നമ്മളുണ്ടായിരുന്നു. അപ്പോൾ പാലിലുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ പശുവിലുണ്ടായിരുന്നു, ജീവിച്ചിരുന്നു. പശു കഴിച്ച സസ്യത്തിൽ, പുല്ലിൽ നമ്മളുണ്ടായിരുന്നു, അല്ലേ? ആ പുല്ലിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പുല്ലിൽ വളരുവാൻ ആവശ്യമായ മണ്ണിലെ ധാതു ലവണങ്ങളിൽ നമ്മളുണ്ടായിരുന്നു. ധാതു ലവണങ്ങൾ ആയി തീരുന്നതിന് മുമ്പ് എന്തായിരുന്നു ആ അവസ്ഥയിലും നമ്മളുണ്ടായിരുന്നു, അല്ലേ? അച്ഛനിൽ ജീവിച്ചതിന് ശേഷം നാം അമ്മയിലേക്ക് വന്നു. അവിടെയും നാം ജീവിച്ചു, ഭൂമിയിൽ പൂജാതനായി, അല്ലേ? ശേഷം ഇവിടെ ജീവിച്ചപ്പോഴാണ് നമ്മൾ പറയുന്നത്, നമുക്ക് ഇപ്പോൾ ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ മറഞ്ഞു പോകുമ്പോൾ ഇവിടുത്തെ കാര്യത്തെക്കുറിച്ചൊന്നും നമുക്കറിയാൻ പറ്റുകയില്ല. അങ്ങനെ ആയിരിക്കാം, അല്ലേ? അപ്പോൾ ഇവിടെ ജീവിക്കുന്നത് കൊണ്ട്, മുമ്പ് ജീവിച്ച കാര്യങ്ങൾ മറന്നു പോയത് കൊണ്ട് നമുക്ക് ആ ജീവിതത്തെക്കുറിച്ച് അറിയത്തില്ല. അങ്ങനെ പല പ്രാവശ്യമായി നമ്മൾ പല ഘട്ടങ്ങളിൽ ജീവിച്ചപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥകൾ ഒരു ഘട്ടത്തിൽ നിന്ന് ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ മറന്നുപോയി. അമ്മയിൽ ജീവിച്ചപ്പോഴും ഉണ്ടായിരുന്ന കാര്യങ്ങൾ മറന്നുപോയി. ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിലൂടെ ജീവിക്കുന്ന കാര്യം നമുക്കറിയുള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ മറ്റൊരു മാറ്റത്തിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ജീവിച്ചായിരുന്നു എന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? അതിനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ സ്വർഗ നരകങ്ങളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ പുനർജന്മം നടന്നുകൊണ്ടിരിക്കുക. മരണശേഷം ഏതെങ്കിലും ജീവികൾക്ക് ആകാരമാകാം, ഇല്ലെങ്കിൽ സസ്യങ്ങൾക്ക് ആകാരമാകാം. അവയെ അതിലൂടെ വലിച്ചെടുത്ത് കപ്പയോ ചക്കയോ മാങ്ങായോ ഒക്കെ ആയിട്ട് മറ്റൊരാൾക്ക് ഭക്ഷണമായി തീരും, അല്ലേ? ധാതുലവണങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മരത്തിൽ കുടിയേറും, മരത്തിൻ്റെ ആത്മാവായി അതിൽ ജീവിക്കും, അല്ലേ? ഇല്ലെങ്കിൽ അതാണല്ലോ മലം പോകലും ഭക്ഷണമായി തീരുക. പരിവർത്തനത്തിലൂടെ അത് സസ്യങ്ങൾക്ക് വളമായി, ഫലത്തിൽ അത് സ്ഥാനം നേടി, പഴങ്ങളിൽ നിന്ന് അത് നമ്മൾ വീണ്ടും ആഗിരണം ചെയ്യുന്നു, അല്ലേ? പരിവർത്തനം നടക്കുന്നു. ജലം പല പ്രക്രിയകളിലൂടെ മാറ്റം വരുന്നത് പോലെ, അല്ലേ? ഇനി നാം ഇവിടെ ഇല്ലാതെ പോയാകുമ്പോൾ തന്നെ മറ്റൊന്നായി രൂപാന്തരം പ്രാപിക്കുന്നു. രൂപത്തിന് മാത്രമേ മാറ്റങ്ങൾ വരുന്നുള്ളൂ. നാം ഇല്ലാതെ ആകുന്നില്ല, മുമ്പ് ഇല്ലാതെ ഇരുന്നിട്ടും ഇല്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെ തന്നെ ആയിരിക്കാം. മുമ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഇവിടെ സംഭവിക്കുന്നു. അല്ലെങ്കിൽ അറിഞ്ഞിരുന്നില്ല എന്നതാണ് അതിൻ്റെ സത്യം, അല്ലേ? അപ്പോൾ എത്ര ജന്മങ്ങൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ അതിലൂടെ കടന്നു വന്നു. ഇനി ഇതിന് ശേഷമോ പക്ഷിമൃഗാദികൾക്കോ സസ്യങ്ങൾക്കോ ഭക്ഷണമായി, അതിലെ ഫലങ്ങളായി അത് മറ്റൊരു ജീവിയിലേക്ക് വീണ്ടും പരിണാമം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിണാമം തന്നെ പുനർജനനം അല്ല എന്ന് പറയുവാൻ പറ്റുമോ? ചിന്തിക്കൂ, നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങളുടെ
സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അറിയിച്ചുകൊള്ളു. അതിനും ഒരു കഥകൾ തരുവാൻ സാധിക്കും എന്ന് ഉള്ള ഉറപ്പോടുകൂടി മറ്റൊരു ചാനലിൽ വീണ്ടും കാണാം.